സംയുക്ത കിസാൻ മോർച്ച ഇന്നലെ ദില്ലിയിൽ നടത്തിയ കൺവെൻഷനിലായിരുന്നു കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വക്താക്കൾ അതിനൊരു പിന്തുണയുമായി ദില്ലിയിൽ ഈ കൺവെൻഷനിൽ എത്തിയത്. അവർ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഈ യോഗത്തിൽ പങ്കെടുത്തതിന് ശേഷം പറഞ്ഞു. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധത്തിന് പിന്നിൽ അവർക്കൊരു ഊർജ്ജമായി ഉണ്ടായത് കർഷക സമരമാണ്. കർഷക സമരത്തിലൂടെയാണ് കേന്ദ്ര സർക്കാർ ആദ്യം മുട്ടുമടക്കിയത്. അതുപോലെ തന്നെ ഒരു മുട്ടുമടക്കിലേക്ക് കേന്ദ്ര സർക്കാരിനെ എത്തിക്കാൻ CJPക്ക് കഴിഞ്ഞുവെന്നും പറഞ്ഞുവെന്ന് അവർ പറഞ്ഞു. എന്തായാലും ഇപ്പോൾ ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വിജു കൃഷ്ണൻ നമ്മോടൊപ്പം ചേരുന്നു. ഇന്നലെയാണ് CJP വക്താക്കൾ അവിടെ എത്തിയത്, പിന്തുണ അറിയിച്ചു. എന്തൊക്കെയാണ് അവർ പറഞ്ഞത്? അതിൽ അസുതോഷ് റാങ്കെയും മറ്റു ചിലരും വന്ന് നമ്മുടെ സമരങ്ങൾക്ക് ഐക്യദാർഢ്യം അറിയിപ്പിക്കായിരുന്നു. അവർ പറഞ്ഞത് ഐതിഹാസികമായ കർഷക സമരത്തിൽ ആ സമയത്താണ് നരേന്ദ്രമോദി മുട്ടുമടക്കിക്കൊണ്ട് 3 നിയമങ്ങൾ പിൻവലിച്ചത്. ആ വിജയം ആണ് അവർക്ക് നൽകിയ ഊർജം. അതാണ് കോക്രോച്ച് ജനതാ പാർട്ടിയും ഈ യുവാക്കളെയും വിദ്യാർത്ഥികളുടെയും സമരത്തിന് വലിയ രീതിയിൽ ഊർജം നൽകിയത് എന്നാണ് അവർ പറഞ്ഞത്. അതായത് കർഷക സമരം നമുക്കറിയാം, ഒരു ഐതിഹാസിക പോരാട്ടമായിരുന്നു, 1 വർഷം നീണ്ടു നിന്ന സമരം. അങ്ങനെയാണ് അവസാനം ആ കർഷക നിയമങ്ങൾ 3 പിൻവലിക്കുന്നത്. അപ്പോൾ അതുപോലൊരു സമാനമായ സാഹചര്യമാണല്ലേ CJPക്കും ഉണ്ടായത്? തീർച്ചയായിട്ടും ഈ BJP സർക്കാരിൻ്റെ അടിച്ചമർത്തലുകൾ ഒക്കെ ഉണ്ടെങ്കിലും അതിനെതിരെ ഐക്യസമരമായിരുന്നു വിദ്യാർത്ഥികളും യുവാക്കളും നടത്തിയത്. അതിലെല്ലാ വിധത്തിലും സംയുക്ത കിസാൻ മോർച്ചയും സെൻട്രൽ ട്രേഡ് യൂണിയൻസും അവർക്ക് എല്ലാ പിന്തുണയും നൽകിയിരുന്നു. അങ്ങനെ ആ സമരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും 2021 സംയുക്ത കിസാൻ മോർച്ചയുടെ സമരത്തിന് ശേഷം മുട്ടുമടക്കിയ നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ ഈ സമരത്തിനൊടുവിൽ മുട്ടുമടക്കിക്കൊണ്ട് ഇതുപോലെ ഇപ്പോൾ കർഷക പഞ്ചായത്ത് അടക്കം രൂപീകരിക്കുന്നുണ്ട്. ഇപ്പോൾ പലയിടത്തും അങ്ങനെ ഒരു സമരവും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ കർഷകരും വീണ്ടും ഒരു സമരത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മൾ ഓഗസ്റ്റ് 10 ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കർഷകരും തൊഴിലാളികളും സംയുക്ത കിസാൻ മോർച്ചയും സെൻട്രൽ ട്രേഡ് യൂണിയൻസും യോജിച്ചുകൊണ്ട് ജയിൽ ഭറോ എന്ന ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. കർഷകദ്രോഹ നിയമങ്ങൾക്കെതിരെയും തൊഴിലാളി വർഗത്തിൻ്റെ ജയിൽ ഭറോ അത് അന്ന് ഈ സർക്കാരിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ, അപ്പോൾ നിയമം ലംഘിച്ചുകൊണ്ട് അപ്പോൾ ജയിൽ ഭറോ എന്നൊരു തീരുമാനമാണ്, നിയമലംഘനം എന്ന് പറയാം. അപ്പോൾ 1942 ക്വിറ്റ് ഇന്ത്യ സമയത്ത് ഡു ഓർ ഡൈ എന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഗാന്ധിജി വരുത്തിയത്. ഇന്ന് ഇന്ത്യൻ കർഷകരുടെയും തൊഴിലാളികളുടെയും സ്ഥിതി അതേ രീതിയിലുള്ള ഒരു സ്ഥിതിയാണ്. ഇറ്റ് ഈസ് എ ഡു ഓർ ഡൈ സിറ്റുവേഷൻ. അപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു സമരമാണ് നമ്മൾ. അപ്പോൾ ആ സമരങ്ങൾക്കും ഇവർ പിന്തുണ നൽകും എന്നാണ് അവിടെ അവർ പറയുന്നത്. വിദ്യാർത്ഥികളുടെ സമരത്തിന് കർഷകരും കർഷക സമരത്തിന് വിദ്യാർത്ഥികളും, അങ്ങനെയാണോ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്? അതാണ് അവിടെ തീരുമാനിച്ചത്. ഇന്ന് ഡൽഹിയിലെ താൽക്കട്ടോറ സ്റ്റേഡിയത്തിൽ തൊഴിലാളി വർഗ സംഘടനകളും സംയുക്ത കിസാൻ മോർച്ചയും യോജിച്ചുകൊണ്ടൊരു ആയിരക്കണക്കിന് കർഷക തൊഴിലാളികളും പങ്കെടുത്തൊരു കൺവെൻഷൻ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ 10 സമരത്തിൻ്റെ ഓഗസ്റ്റ് 10 അതുകൂടാതെ ഭാവി സമരങ്ങളുടെ ഒരു ഏത് ദിശയിലായിരിക്കും എന്ന് തീരുമാനിച്ചത്. ഒരു കർഷക സമരം എന്ന് പറയാം. തീർച്ചയായിട്ടും കർഷകരും തൊഴിലാളികളും യോജിച്ച സമരത്തിലോട്ട് എന്ന് പറയാം. കർഷകരും തൊഴിലാളികളും യോജിച്ച സമരത്തിലേക്ക് പോകുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് കാവൽക്കാരായിട്ടുള്ള ആളുകൾ ഇന്ന് ഈ സംയുക്ത കിസാൻ മോർച്ചയിൽ അടക്കം വന്ന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. കർഷകരുടെ സമരത്തിന് വിദ്യാർത്ഥികളുടെ സമരത്തിന് കർഷകരും പിന്തുണ നൽകുമെന്ന് കൂടി CJPയും സംയുക്ത കിസാൻ മോർച്ചയും ഓൾ ഇന്ത്യ കിസാൻ സഭ അടക്കമുള്ള സംഘടനകളുമായി ചർച്ച നടത്തിയപ്പോൾ വ്യക്തമാക്കിയെന്ന് ഇപ്പോൾ വിജയ് കൃഷ്ണൻ റിപ്പോർട്ടറിനോട് പറയുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ദില്ലി.